ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റായിട്ടുള്ള ഉള്ളിൽ നല്ല ഫില്ലിങ്സ് ഒക്കെ ഉള്ള ദിൽഖുസിൻ്റെ റെസിപ്പിയാണ്. ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളവും ഇളം ചൂടുള്ള 1/4 കപ്പ് പാലും 1.5 ടീസ്പൂൺ പഞ്ചസാരയും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ട് നന്നായി യോജിപ്പിച്ച് 10-15 മിനിറ്റ് അടച്ചു വയ്ക്കുക. പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിലേക്ക് ഒരു മുട്ടയും 1 നുള്ള് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിലേക്ക് 2.5 കപ്പ് മൈദ ഇട്ട് നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കുക. നല്ല കുഴച്ചതിന് ശേഷം കുറച്ച് എണ്ണയും തടവി നല്ല നനഞ്ഞ ഒരു തുണി മൂടി വെച്ച് മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഫില്ലിങ്സ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങയും ടൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂ നട്ട്സും ചെറിയും മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കുറച്ച് നെയ്യും ഒഴിച്ച് നന്നായി യോജിപ്പിച്ചാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. മാവ് നല്ല ഡബിൾ സൈസായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ 2 ആക്കി കട്ട് ചെയ്തെടുക്കാം. 2 ദിൽഖുസ് ചെയ്യാനുള്ള മാവാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പകുതി നമുക്ക് എടുത്തതിന് ശേഷം ബാക്കി മാറ്റി വയ്ക്കാം. ഈ പകുതി വീണ്ടും 2 ആക്കി 2 ബോൾസും ചപ്പാത്തി പരത്തും പോലെ പരത്തിയെടുക്കാം. ശേഷം ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് പരത്തിയ ഒരു ഷീറ്റ് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഫില്ലിങ്സും നിറച്ചതിന് ശേഷം മറ്റേ ഷീറ്റും അതിന് മുകളിൽ വെച്ച് നല്ല പോലെ 2 ഷീറ്റും നന്നായി ഒട്ടിച്ച് വയ്ക്കുക. ഇത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മുട്ടയും കുറച്ച് പാലും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഒരു ബ്രഷ് ഉപയോഗിച്ച്
സെറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ബ്രഷ് ചെയ്ത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.